അടുത്ത അസോസിയേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A+B=B+A. നമ്മളത് എന്താണ് അതിൻ്റെ സ്ഥലം മാറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുന്നതെന്നാണ് അഡീഷനിൽ പറയുന്നത്. മൾട്ടിപ്ലിക്കേഷനിൽ AB=BA ആണ്. അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് A+B+C ബ്രാക്കറ്റ് മാറ്റിയിട്ടിട്ട് ആഡ് ചെയ്യുന്നു, അങ്ങനത്തെ സംഭവം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ബ്രാക്കറ്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് ആണെങ്കിൽ അകത്തോട്ട് കൊടുക്കുന്നു. A×B+C ആണെങ്കിൽ AB+AC. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സാധാരണ എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ മെട്രിക്സ് അഡീഷനിൽ ആദ്യം നോക്കുക. A+B=B+A. മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ A+B എന്നല്ല എഴുതുന്നത്, AIJ+BIJ. കാരണം നമ്മളൊരു ഇത് എഴുതുമ്പോൾ ഇതിൻ്റെ റോ എത്രയാണ്, ഏത് കോളത്തിലാണ് വരുന്നത്, AIJയിലൂടെയാണ് കാണിക്കുന്നത്. AIJ+BIJ. നമുക്ക് ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ മെട്രിക്സിൽ പോസിബിളാണ്. അതായത് മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതായത് നമ്മളിതിൻ്റെ ഓർഡർ മാറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാലും AIJ+BIJ എന്ന് പറയുന്നത് BIJ+AIJ തന്നെയാണ്. ഇവിടെ നമ്മൾ 3 1 0 2 6 2 3 4 ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഇതിനുമായിട്ട് ആഡ് ചെയ്യുന്നു. 3 6 9 വരുന്നു, 1 2 3 വരുന്നു, 0 3 വരുമ്പോൾ 3 വരുന്നു, 2 4 ആഡ് ചെയ്യുമ്പോൾ 6 വരുന്നു. ഇനി തിരിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും A+B തിരിച്ചിട്ട് ആഡ് കഴിഞ്ഞാലും നോക്കി 6 3 9. ആദ്യം ഇതിന് B+A ആകുമ്പോൾ ആദ്യം ഇതിന് ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടും. അതായത് മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓർഡർ മാറ്റിയിട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. ഇനി അസോസിയേറ്റീവ് ലോ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ A+B+C ജസ്റ്റ് ബ്രാക്കറ്റ് മാറ്റിയിടുന്നേ ഉള്ളൂ. ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് രണ്ട് സെയിം തന്നെയാണ്. അതായത് മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവും ആണ് അസോസിയേറ്റീവ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്.